ഇപ്പം ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ, നിങ്ങൾക്കറിയാം, നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു. നവംബർ 29 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു. രാവിലെ 11 മണിക്ക്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു. അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു. അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ വന്ന ആളുകളുമായി വാക്കേറ്റമുണ്ടായി. ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട്. പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടു. അവരെ ബലമായിട്ട് അവിടുന്ന് മാറ്റി. ആ സദസ്സിനെ ആയിരക്കണക്ക് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത ആ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് ഇവർ. പോലീസ് അനങ്ങിയില്ല. അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, പിറ്റേ ദിവസം അദ്ദേഹം 30-ാം തീയതിയാണ്, നവംബർ 30. 1-ാം തീയതി അദ്ദേഹത്തെ രാവിലെ സദസ്സ് നടക്കുന്ന നവകേരള സദസ്സ് നടക്കുന്നതിന് മുമ്പ് പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഒരു 1.5 മിനിറ്റുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ദയവായി അതൊന്ന് കേൾക്കുക. അരീക്കോട് ഇന്നലെയാണോ? ഇന്നലെയല്ലേ അവിടെ 7,605 ആള് നിവേദനം കൊടുത്തു. 7,605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7,605 ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടെ നിന്ന് പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് വെട്ടി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്യുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാൻ പറ്റും, എനിക്കതൊക്കെ പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഒരാളെടുത്ത് അനാവശ്യമായി തട്ടിക്കയറുമ്പോ അയാള് പിന്നെ എന്തെങ്കിലും പറയില്ലേ? നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ആ ദൃശ്യാന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്താ സംഭവിച്ചെന്നറിയാം. 7,605 ആള് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്. അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമല്ല കേട്ടോ. അപ്പോ ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം, അതായത് ഡിസംബർ 1 പാലക്കാട് നടത്തിയ പത്രസമ്മേളനം. അതേ ദിവസം ഈ ശശിധരൻ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെ 11ഓളം പ്രവർത്തകർക്കെതിരെ കേസിട്ടു. ചില്ലറ കേസല്ല, കളവ് കേസടക്കം. ആ പാവപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഏകദേശം 3 ആഴ്ചയോളം ജയിലിൽ കടത്തി. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാരിന്റെ നയം വ്യക്തമാക്കുകയും അവിടെ അലങ്കോലപ്പെടുത്താൻ വന്നവരാണ് എന്ന് വ്യക്തമാക്കുകയും 7,600 ചില്ലാനം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. 1-2 യൂട്യൂബർമാർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു സമ്മേളനം കൊണ്ടോ 10 സമ്മേളനം കൊണ്ടോ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. 32 മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത്. അതിൻ്റെ മുമ്പായിട്ട് ഈ വാർത്തകളിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ആ അഴിമതി കേസിൽ എൻ്റെ പ്രസംഗം ഒരു രേഖയായി എടുത്തുകൊണ്ട് ഹഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചു ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം അത് ഫയൽ ചെയ്തു.
കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു MLA ആണ്. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചോ? എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തോ? നിങ്ങൾ ഈ പറഞ്ഞതിന്റെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചോ? ഒന്നും ഉണ്ടായില്ലല്ലോ. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് എന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല.